ഇത് 2 ദിവസം മുൻപാണ് സമാനമായൊരു ദൗത്യം ചിറ്റൂർ പുഴയിൽ ഉണ്ടായത്. അതേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഇന്ന് വീണ്ടും 2 കുട്ടികളെ രക്ഷിക്കുന്നു. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഇന്ന് കുറച്ചുകൂടി പുഴ ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു, ശക്തമായിട്ട് ഒഴുകുന്ന സാഹചര്യം? കഴിഞ്ഞ ചൊവ്വാഴ്ചയെ അപേക്ഷിച്ച് വെള്ളം കുറവായിരുന്നെങ്കിൽ പക്ഷേ ശക്തമായ ഒഴുക്ക് തന്നെ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം 2-2:30 മണിയോടെ മെസ്സേജ് കിട്ടുന്നത്. ഞങ്ങൾക്ക് സ്റ്റേഷനിൽ മെസ്സേജ് കിട്ടിയത് നമ്മൾ പെട്ടെന്ന് നമ്മളെ 3 വാഹനങ്ങളും ആംബുലൻസും സ്കൂബ വാൻ മറ്റേ MTയും കൊണ്ട് നമ്മൾ സംഭവ സ്ഥലത്ത് എത്തുകയും അത് കുറച്ച് നമ്മൾ കഴിഞ്ഞ രക്ഷപ്പെടുത്തിയതിനും കൂടെ കുറച്ച് താഴ് ഭാഗത്തായിട്ടായിരുന്നു ഈ കോൾ കണ്ടത്. അപ്പോൾ 2 കുട്ടികളെ അവിടെ അകപ്പെട്ട് കിട്ടുന്ന ശക്തമായ ഒഴുക്കിൽ പുറത്തു വരാൻ കഴിയാതെ അത് ഒഴുക്കിൽ അവർ പിടിച്ചു നിൽക്കുകയായിരുന്നു. അവരെ മനസ്സാന്തരം കൊണ്ട് അവർ പിടിച്ചു നിന്നാണ്. അപ്പോൾ അതിൽ പിടിച്ച് അവർ ഒഴുക്കിൽപ്പെടാതെ അവർ പിടിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾ നമ്മളെ സേനാംഗങ്ങളായ പ്രദീപ് കുമാർ, ശ്രീജൻ, രമേഷ്, ഷിജുക്കുട്ടൻ, ബൈജു ഇവർ 5 പേര് പെട്ടെന്ന് വെള്ളത്തിലിറങ്ങി അവർ അടുത്ത് ശ്രമിക്കുകയും പക്ഷേ ശക്തമായ ഒഴുക്കിൽ അവരുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ ലാഡർ എക്സ്റ്റെൻഡ് ചെയ്ത് അത് ഏറ്റവും നല്ല മാർഗ്ഗം ലാഡറാണെന്ന് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലാഡർ എക്സ്റ്റെൻഡ് ചെയ്ത് കുട്ടികളുടെ സമയത്ത് എത്തുകയും പ്രദീപ് കുമാർ ആ സമയത്ത് എത്തുകയും പിന്നെ 2 നാട്ടുകാരുടെ സഹായത്തോടെ കുട്ടികളെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. കുട്ടികളിങ്ങനെ ഭയങ്കര ഭയന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു. അവർ നല്ല മനസ്സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിക്കേണ്ട, എന്ത് വന്നാലും നമ്മളെ ഫയർഫോഴ്സ് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കോളും, നിങ്ങൾ നിന്നാളോ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവർ നിന്നായിരുന്നു, സ്ട്രോങ് ആയിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. 2 ദിവസം മുമ്പാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണ്. അതെ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളുകളിൽ പോലും നമ്മൾ മഴക്കെടുതിയാണ്. മഴക്കാലത്ത് പല സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുകയും ഒഴുക്കും കുത്തൊഴുക്കുണ്ടാകും. അപ്പോൾ ഇനി കുട്ടികൾക്ക് നമുക്ക് സ്കൂളുകളിൽ തലത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ളൊരു ബോധവൽക്കരണം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ 4 ദിവസം മുന്നേ ഞങ്ങളിവിടെ വന്നിട്ട് ഈ 4 പേരെ രക്ഷപ്പെടുത്തി പോയി. അത് ഞങ്ങളുടെ അഭിമാനകരമായിട്ടുള്ളൊരു വളരെ ശ്രമകരമായിട്ടുള്ളൊരു ഇതായിരുന്നു. ഇന്നും അത് അതേ സമാനമായ രീതിയിലാണ് കുട്ടികൾ വെള്ളത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് തെറ്റിയതാണെങ്കിൽ കുട്ടികളങ്ങ് വെള്ളത്തിൽ കുത്തൊഴുക്കിൽ പോയേനെ. അതിൽ നിന്ന് ഞങ്ങൾ 1 മിനിറ്റ് പോലും സമയം കളയാതെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള 2 പേര്, അവർക്ക് സമീപവാസികളാണ്, അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് നല്ലവണ്ണം അറിയാവുന്ന ആളുകൾ 2 പേര് ഇറങ്ങി. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദീപ് കുമാർ ഈ വടത്തിൽ ഇറങ്ങുകയും ചെയ്തു. പുഴയുടെ ഒരു പ്രത്യേകത വളരെ കല്ലുകളൊക്കെ പാറകളും ഉള്ളതാണ്. അത് പെട്ടെന്ന് തട്ടിയൊക്കെ അപകടം പറ്റാൻ സാധ്യത. അതെ, നമ്മുടെ സേനാംഗമായിട്ടുള്ള ഒരു ശ്രീജൻ എന്ന് പറയുന്ന ആൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി അദ്ദേഹത്തിന് പരിക്ക് പറ്റിയപ്പോൾ നമ്മൾ ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഈ പോയ എല്ലാവർക്കും വളരെ നല്ല കുത്തത്തെ ദൗത്യത്തിൻ്റെ ഇന്നത്തെ ദൗത്യത്തിൽ അദ്ദേഹം പിന്നെ അനങ്ങാൻ പറ്റാത്ത പാർക്കെട്ടിന് മുകളിൽ കയറ്റിയിരിക്കുകയായിരുന്നു. അതുപോലെ രമേശ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ്, ഇവർക്ക് അടുത്തെത്താൻ കഴിഞ്ഞില്ല, അത്രയും കുത്തൊഴുക്കായിരുന്നു. പക്ഷേ പ്രദീപ ഇപ്പുറത്തൂടെ ഇറങ്ങി നാട്ടുകാരൻ്റെ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് അവരേക്ക് പിടിച്ചു നിർത്തുകയും പിന്നീട് നമ്മൾ സേനാംഗങ്ങൾ ഈ ലാഡർ കൊണ്ടുവന്ന് ലാഡർ പിച്ച് ചെയ്ത് അതിൽ കൂടെ കയറ്റാവുന്ന സമയം. കാരണം വെച്ചാൽ ഇങ്ങോട്ട് നമുക്ക് എങ്ങനെയും കൊണ്ടുവരാൻ പറ്റില്ല, കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ലാഡർ നമുക്ക് ക്രോസ് ചെയ്തിട്ട് കൊടുത്തിട്ട് ലാഡറിന് മുകളിൽ കൂടെ കുട്ടികളെ ഓരോ 2 പേരായിട്ട് ഇറക്കി അതിനുശേഷം നമ്മുടെ സേനാംഗമായിട്ടുള്ള പ്രദീപിനെ കയറ് കെട്ടിയിട്ട് നമ്മൾ വലിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ ആ നാട്ടുകാരായിട്ടുള്ള 2 പേർക്ക് കയറ് കൊടുത്ത് അവർ അപ്പുറത്തേക്ക് വരികയും ആ ഭാഗത്തേക്ക് അവർ കയറി പോവുകയാണ് ചെയ്തത്. കുട്ടികൾ എന്തിനാണ് പുഴയിലേക്ക് ഇറങ്ങിയത്? കളിക്കാൻ വേണ്ടി പോയതാണ്. കളി കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ സമയത്താണ് അവർ ഒഴുക്കിൽപ്പെട്ടത്. ബോളുണ്ടായിരുന്നു, ചെരുപ്പം ബോളും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ സിവിൽ ഡിഫൻസ് നമുക്ക് ശക്തമായ പിന്നാലെ ഉണ്ടായിരുന്നു. അവരുടെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. അത് നമുക്കൊരു ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഇതായിരുന്നു. അവരെപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടല്ലോ, ഫയർഫോഴ്സ് മറ്റേ സിവിൽ ഡിഫൻസ് എന്ന് പറയാം. ഒരു സഹായം കൂടെ നമുക്കുണ്ടായിരുന്നു. അത് ഈ ദൗത്യത്തിന് സഹായകമായി, വളരെ വളരെ സഹായമായിരുന്നു അവർ.